കൂട്ടുകാരെ, ഞാനാണ് നീലാശ്രം. കൂട്ടുകാരെ, ഞാനാണ് എഡ്വിൻ ആൽഡ്രിൻ. കൂട്ടുകാരെ, ഞാനാണ് മൈക്കിൾ കോളിൻസ്. കൂട്ടുകാരെ, ഞാനാണ് ചന്ദ്രൻ കടത്തിയ ആദ്യ മനുഷ്യൻ. 1969 ജൂലൈ 16 എഡ്വിൻ ആൽഡ്രിനും മൈക്കിൾ കോളിൻസിനുമൊപ്പം ഞാൻ യാത്ര തിരിച്ചു. അപ്പോളോ 11 എന്ന ഈ വാഹനത്തിലാണ് ഞങ്ങളുടെ യാത്ര. അപ്പോളോ 11 കമാൻഡർ എന്ന നിലയ്ക്ക് എനിക്ക് സുരക്ഷിതമായി ചന്ദ്രഗ്രഹത്തിൽ കാലുകുത്താൻ സാധിച്ചു. 1969 ജൂലൈ 21 രാത്രി 10:56 സുരക്ഷിതമായി ഞങ്ങൾ ആ പ്രശാന്തമായ ആ കടലിൽ കാലുകുത്തി. ആ നിമിഷത്തെ കുറിച്ച് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ നീലാശ്രം? തീർച്ചയായും എഡ്വിൻ, കേവലം ഒരു മനുഷ്യന്റെ കാലെടുപ്പാണെങ്കിലും മാനവരാശിക്കുള്ള കൊതിപ്പാണ് അത് എന്നതാണ് എന്റെ വാക്കുകൾ. കൂട്ടുകാരെ, അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ചയെ കണ്ട് ഞാൻ വിശേഷിപ്പിച്ചത് ഗംഭീരം, ശൂന്യം എന്നൊക്കെയായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാമോ നീ? തീർച്ചയായും മൈക്കിൾ, ചന്ദ്രന്റെ ഉപരിതലം ഭൂമിയുടേതുപോലെയല്ല. അവിടെ ജീവന്റെ യാതൊരു തെളിവുമില്ല. അവിടെ ധാരാളം ചരടുകളും കല്ലുകളും മാത്രമാണ് ഉള്ളത്. അല്ലേ എഡ്വിൻ? അതെ കൂട്ടുകാരെ, ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴുള്ള ഭാരക്കുറവ് ശൂന്യാകാശ യാത്രയിലെ ഗംഭീരമായ ഒരു അനുഭവമായിരുന്നു. മൈക്കിൾ, താങ്കളുടെ അനുഭവം കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂ. തീർച്ചയായും നീലും എഡ്വിനും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച വാഹനം നിയന്ത്രിക്കുക എന്നായിരുന്നു എന്റെ കർത്തവ്യം. ഞങ്ങളുടെ ഈ യാത്ര എന്നും ചരിത്ര പുസ്തകത്തിൽ ഉണ്ടാകും.